2026 JEE മെയിൻ ഫേസ് 1 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നു. അതിൽ January 23 മോർണിംഗ് ഷിഫ്റ്റിലെ ചോദ്യമാണ് 8ാമത്തെ ചോദ്യം. A cup of water at 5 degrees Celsius, ഇതാണ് സിസ്റ്റം, is placed in a microwave oven and the oven is turned on for 1 minute during which the water begins to boil. Which of the following option is true? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ Q, W, ഡെൽറ്റ യു ഇതിൻ്റെ വാല്യൂസ് ഒക്കെ എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ബേസിസിലാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറാണ് നമുക്ക് ആദ്യമേ ഉള്ളത്. H2O at 5 ഡിഗ്രി സെൽഷ്യസ്. 1 മിനിറ്റ് നമ്മൾ മൈക്രോവേവ് ഓവനിൽ അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബോയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ H2O എന്തായി മാറിയിട്ടുണ്ട്? ആദ്യമേ H2O ഇത് ലിക്വിഡാണ്. H2O 100 ഡിഗ്രിയുള്ള ലിക്വിഡായി മാറിയിട്ടുണ്ട്. ആദ്യം 100 ഡിഗ്രിയുള്ള ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ട്. ശേഷം ഈ 100 ഡിഗ്രിയുള്ള ലിക്വിഡ് ബോയിൽ എന്ന് പറയുന്നു. ബോയിലിംഗ് എന്ന് പറയുന്നത് ലിക്വിഡും വേപ്പറും തമ്മിലൊരു ഇക്വിലിബ്രിയം ആണല്ലേ. അപ്പോൾ നമുക്കറിയാം, അതിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് 100 ഡിഗ്രിയിലുള്ള വാട്ടർ വേപ്പറായിട്ട് മാറുന്നുണ്ട്. ഇത് മുഴുവൻ വെള്ളമൊന്നും 1 മിനിറ്റിനുള്ളിൽ വേപ്പറായി പോകുന്നുണ്ടാവില്ല. സോ H2O ഇവിടെ ഗ്യാസായി മാറുന്നുണ്ട്. പാർഷ്യലി ഇത് ഗ്യാസായി മാറുന്നുണ്ട്. വിച്ച് വിൽ ബി അഗെയിൻ 100 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഓക്കെ, നമ്മുടെ പ്രോസസ്സിനെ ഞാനിന്നിവിടെ പ്രോപ്പർലി ഡെപിക്റ്റ് ചെയ്യുന്നു. 5 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡ് വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ഓവനിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം അത് 100 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡായി മാറി ബോയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓവറോൾ പ്രോസസ്സ്. ശ്രദ്ധിക്കുക, ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഓവൻ എന്തായാലും ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഹീറ്റ് സപ്ലൈഡ് ആയതുകൊണ്ട് ഹീറ്റ് ഈസ് സപ്ലൈഡ്. അപ്പോൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വരുന്നത് കൊണ്ട് തന്നെ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും? ക്യൂ വാല്യൂ വിൽ ബി പോസിറ്റീവ്. അടുത്തത്, വെള്ളം ലിക്വിഡിൽ നിന്ന് വേപ്പർ ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ലിക്വിഡ് ടു ഗ്യാസ് എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്. എക്സ്പാൻഷൻ നടക്കുന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും വരിക? വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ നോക്കേണ്ടത് ഇന്റേണൽ എനർജിയുടെ കാര്യം. ഇന്റേണൽ എനർജി കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളതാണ് അടുത്ത കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഗ്യാസിനാണോ ലിക്വിഡിനാണോ ഇന്റേണൽ എനർജി കൂടുതൽ? യു ഓഫ് ഗ്യാസ്, യു ഓഫ് ലിക്വിഡ്, ഏതായിരിക്കും കൂടുതൽ? കൂടുതൽ ഇന്റേണൽ എനർജി ഉള്ളത് എന്തായാലും ഗ്യാസിനായിരിക്കും. നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന ആൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ ഇന്റേണൽ എനർജി കൂടുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബേസിക്കലി ഡെൽറ്റ യു വിൽ ബി പോസിറ്റീവ്, ഇന്റേണൽ എനർജി കൂടുന്നു. ഇനി നമുക്ക് ആൻസർ സെലക്ട് ചെയ്ത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. വിച്ച് വൺ വിൽ ബി യുവർ റൈറ്റ് ആൻസർ ഹിയർ? ഓപ്ഷൻ 2 അല്ലെ. ക്യൂ പോസിറ്റീവ്, വർക്ക് നെഗറ്റീവ്, ഡെൽറ്റ യു പോസിറ്റീവ്.